നമസ്കാരം. 3 പേരുടെ മരണത്തിന് കാരണമായ ഡൽഹിയിലെ തീപിടുത്തത്തിൽ വഴിത്തിരിവ്. തെക്കിഴക്കൻ ഡൽഹിയിലെ തുഗ്ലക്കാബാദിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം ആസൂത്രിതമാണെന്ന് പോലീസ് കണ്ടെത്തി. 17 വയസ്സുകാരി ഉൾപ്പെടെ 4 പേരാണ് സംഭവത്തിൽ പിടിയിലായിരിക്കുന്നത്. 33-കാരൻ നിരഞ്ജൻ, 27 വയസ്സുള്ള രാജ്കുമാർ, 27-കാരിയായ സരിത എന്നിവരാണ് പിടിയിലായത്. സാമ്പത്തിക തർക്കം കാരണമുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഗൂഢാലോചന, കൊലപാതക ശ്രമം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ജൂൺ 12-ന് പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത്. അതിവേഗം തീ പടർന്നു പിടിക്കുകയും പല നിലകളിലേക്കും വ്യാപിക്കുകയും ചെയ്തതോടെ താമസക്കാർ ഉള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഈ തീപിടുത്തത്തിൽ 8 പേർക്കായിരുന്നു പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ എയിംസ് ട്രോമ സെൻ്ററിലേക്കും സഫ്ദർജംഗ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ചികിത്സയ്ക്കിടയിലാണ് 3 പേർ പിന്നീട് മരണപ്പെട്ടത്. പങ്കജ്, സുശീല ദേവി, സോണിയകുമാരി എന്നിവരാണ് മരിച്ചത്. കുടുംബത്തിലെ മറ്റ് 2 അംഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും അവർ ചികിത്സയിൽ തുടരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. തുടക്കത്തിൽ ഒരു അപകടമാണെന്ന നിലയിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ അന്വേഷണത്തിന്റെ ഗതി മാറി. തീപിടുത്തം ഉണ്ടാകുന്നതിന് തൊട്ടുമുമ്പ് ഒരു സ്ത്രീ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതും അതിനുശേഷം ഉടൻ തന്നെ അവിടെ നിന്ന് പുറത്തു പോകുന്നതുമായ ദൃശ്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഈ ദൃശ്യങ്ങൾ സംഭവം ഒരു അപകടമല്ലെന്നും മറിച്ച് മനഃപൂർവ്വം തീയിട്ടതാകുമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിക്കാൻ ഇടയാക്കി. അന്വേഷണത്തിനിടയിൽ ഗോവിന്ദ്പുരയിലെ നവജീവൻ ക്യാമ്പിൽ നിന്നുള്ള 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പോലീസ് തിരിച്ചറിയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ താൻ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചതായും അവിടെ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനത്തിന് തീയിട്ടതായും ഈ പെൺകുട്ടി സമ്മതിച്ചു. കെട്ടിടത്തിന്റെ 5-ാം നിലയിൽ താമസിക്കുന്നയാളും പ്രതികളിൽ ഒരാളുടെ ബന്ധുവുമായ ദീപക് എന്നയാളുമായി ഉണ്ടായ പണമിടപാട് തർക്കത്തെ തുടർന്ന് പ്രതികളിൽ ഒരാളായി സരിത തീ വെക്കാൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രേരിപ്പിക്കുകയായിരുന്നു. ദീപകിന്റെ സ്കൂട്ടർ കത്തിക്കാനായി സരിത തന്നെയാണ് പെൺകുട്ടിക്ക് പെട്രോളും തീപ്പെട്ടിയും എത്തിച്ചു നൽകിയതെന്നും പോലീസ് കണ്ടെത്തി. സ്കൂട്ടറിന് വെച്ച തീ പിന്നീട് പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളിലേക്കും കെട്ടിടത്തിലേക്കും പടരുകയായിരുന്നു. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ സംഭവത്തിന് പിന്നിലെ സൂത്രധാരൻ നിരഞ്ജനാണ്. നിലവിൽ വ്യക്തിപരമായ തർക്കത്തിന് പകരം വീട്ടാനാണ് ഇയാൾ ശ്രമിച്ചതെന്നും പോലീസ് പറയുന്നു. നിരഞ്ജൻ മുൻപും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണെന്നും അടുത്തിടെയാണ് ജയിൽ മോചിതനായതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അനധികൃത പ്രവർത്തനങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്തവരെ ഉപയോഗിച്ച കേസുകളിൽ ഇയാൾക്കെതിരെ മുൻപും കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. തീപിടുത്തത്തിൽ മരിച്ചവരുമായി പെൺകുട്ടിക്ക് യാതൊരുവിധ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനം മാത്രമായിരുന്നു ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നിരുന്നാലും കെട്ടിടത്തിലുടനീളം തീ അതിവേഗം പടരുകയും വലിയ ദുരന്തത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു. സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണവും പുരോഗമിക്കുകയാണ്. അതേസമയം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഡൽഹിയിലെ മാളവിയ നഗറിലുള്ള ഹോട്ടലിലും തീപിടുത്തമുണ്ടായിരുന്നു. 18ഓളം വിദേശ പൗരന്മാരുൾപ്പെടെയാണ് അന്ന് മരണപ്പെട്ടത്. ആഫ്രിക്കൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ പൗരന്മാരായിരുന്നു ഇതിലുൾപ്പെട്ടത്. ഒറ്റ നില മാത്രം ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ കൂടുതൽ നിലകൾ പിന്നീട് പണിതെടുത്തിരുന്നു എന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. ഇക്കാര്യം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിരുന്നില്ല. 6 മുറികൾക്ക് മാത്രം അനുമതിയുള്ളതിരിക്കെ 24 മുറികളാണ് ഈ ഹോട്ടലിൽ പ്രവർത്തിച്ചിരുന്നത്.